ഈ ദൃശ്യത്തിൽ കാണുന്ന വൃദ്ധൻ മുഖം കൊണ്ട് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് ഒരു ന്യായീകരണമുണ്ട്. കാരണം ഇയാൾ ഇങ്ങനെ കാട്ടിയാണ് തന്റെ വിശപ്പടക്കുന്നത്. എന്നാൽ കേരളത്തിലെ ചില രാഷ്ട്രീയക്കാരുടെ പ്രസ്താവനകളും പ്രസംഗങ്ങളും ചെറിയൊരു ആൾക്കൂട്ടത്തെ ചിലപ്പോഴെങ്കിലും സന്തോഷിപ്പിക്കുന്നുണ്ടാകാം. എന്നാൽ ഇത് തങ്ങളുടെ തൊഴിലിന്റെ ഭാഗമാണെന്ന് കരുതി ആൾക്കൂട്ടങ്ങൾക്ക് നടുവിൽ ആർക്കെതിരെയും എന്തും പറയാം എന്ന സ്ഥിതിയിലാണ് ഇന്നത്തെ ചില രാഷ്ട്രീയക്കാർ. കഴിഞ്ഞ ദിവസം പത്തനാപുരത്ത് മന്ത്രി ഗണേഷ് കുമാറും ചീഫ് വിപ്പ് PC ജോർജും നടത്തിയ നിലവാരം കുറഞ്ഞ വാക്കുകൾ കേരളത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ്. സർക്കാരിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന രണ്ടു വ്യക്തികൾ നടത്തിയ പ്രസ്താവനകൾ പ്രബുദ്ധ കേരളത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്യുന്നവയാണ്. കേരളത്തിന്റെ സമാരാധ്യനായ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനെതിരെയാണ് മന്ത്രി ഗണേഷിന്റെ പ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. ചില സാധനങ്ങൾക്കൊന്നും ഉപയോഗമില്ല, ഇനി അതിനൊന്നിനും കൊള്ളത്തില്ല എന്നൊക്കെയാ പറയുന്നത്. ഇത് അച്യുതാനന്ദന്റെ രോഗം ഒരു ഞരമ്പ് രോഗമാണ്. കാരണം അതിന് കാമപ്രാന്തെന്ന് പറയും. കാരണം അതൊരു പ്രായം കഴിഞ്ഞാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പറ്റാത്ത കാര്യങ്ങളെ ഓർത്ത് ഒരു വിഷമമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരം. എന്നാൽ രണ്ടാം ഭാഗത്തിലെത്തുമ്പോൾ കാര്യം വീണ്ടും മാറിമറിഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി കേരള നിയമസഭയെയും പൊതുസമൂഹത്തിലെയും ചൂടേറിയ ചർച്ചകൾക്ക് വഴിവെച്ച വാളകം സംഭവത്തെക്കുറിച്ചാണ്. എന്റെ അച്ഛന്റെ സ്കൂളിൽ ഉദ്യോഗത്തിൽ കയറിയ ഒരു ഭാര്യയും ഭർത്താവും രണ്ടുപേരും സുഖമായി കയറിയിരുന്നു. അവരനേക വർഷമായിട്ട് ശമ്പളം വാങ്ങുന്നു. അവരിപ്പോൾ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുകയാണ്. 104 സാറന്മാരുടെ ഒരു പള്ളിക്കുടമാണ്. അത് അടപ്പിക്കാനാണ് പ്രധാന ലക്ഷ്യം. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുക. അച്യുതാനന്ദൻ ഈ ഒരു വിഷയം ഒരു ദൗർബല്യമാണ്. കാരണം വളരെ ചെറുപ്പത്തിലെ ഈ കൃഷ്ണകുമാരനെ കൈകാര്യം ചെയ്തതിന് വല്ലവരും അതുപോലെ കൈകാര്യം ചെയ്തോ എന്നറിഞ്ഞുകൂടാത്തത് കൊണ്ട് ജീവനുള്ള ചേരയെ അറുത്ത് മന്ത്രം ചെയ്യുന്ന കടയ്ക്കലുള്ള ഒരു കള്ള സന്യാസിയുടെ അടുത്തേക്ക് രാത്രിയിൽ ദുർമന്ത്രവാദത്തിന് പോയിട്ട് വന്നവർക്ക് വേണ്ടി വാദിക്കുന്ന ഗതിയിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കള്ളപിടി വെക്കാൻ പോകുന്നവന് ഓശാന പാടുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഗതികേട് കേരളത്തിൽ 100 ദിവസം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പോയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ സർക്കാരിനെ കരിവാരി തെറിക്കാൻ ഏത് തരം താഴ്ന്ന നിലയിലേക്കും പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഗതികേടിനെ ഓർത്ത് അവർക്ക് ലജ്ജയില്ലെങ്കിലും നമുക്ക് ലജ്ജിക്കാം എന്ന് മാത്രം ഞാൻ പറയുകയാണ്. മന്ത്രിയുടെ ഈ പ്രസ്താവന ഒരു കുറ്റസമ്മതമായാണ് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. തന്റെ പ്രസംഗത്തിൽ കൃഷ്ണകുമാറെ കൈകാര്യം ചെയ്തതുപോലെ എന്ന് മന്ത്രി പരാമർശിച്ചതായിട്ട് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കൃഷ്ണകുമാരനെ ആരോ കൈകാര്യം ചെയ്ത കാര്യം മന്ത്രിക്കറിയാം എന്നാണ്. ഇതിൽ നിന്ന് വാളക സംഭവം അപകടമല്ല, ആരോ കൈകാര്യം ചെയ്തതാണ് എന്ന് പത്തനാപുരത്ത് ഗണേഷ് കുമാർ നടത്തിയ പ്രസംഗത്തോടു കൂടി പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ആക്രമണമാണെന്ന് സമ്മതിച്ച മന്ത്രിയിൽ നിന്ന് ഇത് സംബന്ധിച്ച് മന്ത്രിക്കുള്ള വിവരങ്ങൾ എന്താണെന്ന് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലത്തെ പ്രസംഗം സൃഷ്ടിച്ചിട്ടുള്ള ഈ വാളക സംഭവത്തെക്കുറിച്ച് നൽകിയിട്ടുള്ള സൂചനയും അടിസ്ഥാനത്തിൽ കേസിന്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം. പത്രപ്രവർത്തകർക്കിടയിൽ പ്രസ് കോൺഫറൻസ് ജോർജ് എന്നറിയപ്പെടുന്ന PC ജോർജ് പറഞ്ഞു തുടങ്ങിയത് ഗണേഷ് ബാക്കി വച്ചിടത്ത് നിന്നാണ്. കഴിഞ്ഞ LDF മന്ത്രിസഭയിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി AK ബാലനെ ജാതി വിളിച്ച് അധിക്ഷേപിച്ചുകൊണ്ടാണ് പൂഞ്ഞാർ MLA കൂടിയായ PC തന്റെ പ്രസംഗം തുടങ്ങിയത്. പട്ടികജാതിക്കാരനായതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇലക്ട്രിസിറ്റിയും ഭരിച്ചിട്ടുണ്ട്, പോരാത്തതിന് നമ്മുടെ പട്ടികവർഗ വകുപ്പും ഭരിച്ചിട്ടുണ്ട്. അങ്ങേരെ ഇപ്പോഴും വിചാരിച്ച പുള്ളി ഇപ്പോഴും മന്ത്രിയാന്നാണ്. ഏറ്റുന്ന മിസ്റ്റർ ഗണേഷ് എന്നൊക്കെ വിളിക്കുക. അവൻ ആര് മിസ്റ്റർ ഗണേഷ് ചോദ്യം ഞാൻ ശ്രദ്ധിച്ചു. മിസ്റ്റർ ഗണേഷ് ഇടം മന്ത്രി എന്ന് വിളിക്കണ്ട പോട്ട. എനിക്ക് മനസ്സിലായില്ല. ഇപ്പോഴും ഐക്യജനാധിപത്യ മുന്നണിയാണ് ഭരിക്കുന്നത്. ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. പേടിക്കണ്ട. ചാനൽ ക്യാമറ കണ്ടാൽ എന്തും വിളിച്ചു പറയുന്ന ചീഫ് വിപ്പ് പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ ആരെയും ലജ്ജിപ്പിക്കും. 14-ാം തീയതി വരെ MLA-മാരെല്ലാം കൂടെ വെല്ലിനകത്തോട്ട് ചാടി ഇറങ്ങി. ആ വെല്ലിലോട്ട് ചാടി ഇറങ്ങിയപ്പോൾ പാവപ്പെട്ട യുവന്മാരുടെ ആവേശം മുഴുവൻ തീർത്തത് പാവപ്പെട്ട ഒരു വനിതാ പോലീസുകാരിയുടെ നെഞ്ചത്തായി പോയി. ഇത് നാണക്കേടായതുകൊണ്ട് പുറത്തു പറയണ്ടായി എന്ന് വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുകയായിരുന്നു.
ഇത് പുറത്ത് പറയണ്ട. കാരണം ഞാനല്ലേ കണ്ടോണ്ട് നിൽക്കുന്നത്, MLA മുഴുവൻ കണ്ടു. ഞാനാണ് ആ പെൺകുട്ടിയെ പാവത്തിന് അവിടെ വാച്ചാമ്പാടിൻ്റെ ആ മാർഷലിൻ്റെ മുറി കൊണ്ടുപോയതും വനിതാ പോലീസ് ഡോക്ടറെ വിളിച്ചു. ആ പ്രദേശത്ത് ആണുങ്ങൾക്ക് പരിശോധിക്കാൻ പറ്റും. അതുകൊണ്ട് വനിതാ ഡോക്ടറെ വിളിച്ചു വരുത്തി കൊടുത്തത് ഞാനാണ്. അവന്മാർ വരുന്നത് തൊട്ടില്ലെന്നാ പറയുന്നത്. തൊടാതെ എങ്ങനെയാ അത് ഒന്നിനും കൊള്ളാതായി പോയി പറയണ്ടേ? നിയമസഭ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്ക് വഴിവെച്ച വാച്ചാൻവാർഡ് പ്രശ്നത്തിലെ കഥാനായികയാണ് ഇദ്ദേഹം ഒരു സ്ത്രീ എന്ന പരിഗണന പോലുമില്ലാതെ വെറും കൈയടിക്ക് വേണ്ടി അധിക്ഷേപിച്ചത്. വെറും 5 മാസം മാത്രം പ്രായമുള്ള കേവലം 2 പേരുടെ മാത്രം ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റിന് നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമെന്നത് ഏവർക്കും അറിയാവുന്നതാണ്. എന്നാൽ കഴിഞ്ഞ 20 ദിവസത്തെ സഭാ കാലയളവിനുള്ളിൽ മന്ത്രിമാരുടെ പെരുമാറ്റത്തിനും നാവിൽ നിന്ന് വീണ വാക്കുകളുടെയും പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് 3 തവണ മാപ്പ് പറയേണ്ടി വന്നു എന്നത് ചെറിയ കാര്യമായി കണക്കാക്കാനാകില്ല. ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കരുത് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നാവിൽ വികട സരസ്വതി കളിയാടുന്ന ഈ രാഷ്ട്രീയക്കാർ നമുക്ക് കാട്ടിത്തരുന്ന മാതൃക.